നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ മാർച്ചേരി ട്രാൻസ്ഫോമറിന്റെ അടുത്താണുള്ളത്. ഇവിടുത്തെ ഈ പൈപ്പ് പൊട്ടിയിട്ട് 3 ദിവസമായി വെള്ളം പോകുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരൊക്കെ നേരിട്ടിട്ട് പറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയില്ല. കണ്ടില്ലേ, ഈ റോഡ് കണ്ടില്ല, ഈ റോഡ് പുതിയ റോഡാണ്. ഇവിടെ നിന്നൊക്കെ കണ്ടു നിങ്ങളിതാ, ഇത് പിന്നെ ഈ റോഡിന് വലിയ സമ്മർദ്ദമുണ്ട് ചെറിയ രീതിയിൽ. ഇതൊക്കെ ഇനി ഇതൊക്കെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതിന്റെ അടിയിലുള്ള പൈപ്പ് പൊട്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. ഈ നില തുടരുകയാണെങ്കിൽ ഈ റോഡ് പൊട്ടും. ഈ റോഡ് പൊട്ടിക്കഴിഞ്ഞാൽ പുതുതായിട്ട് ടാർ ചെയ്ത റോഡാണിത്. ഈ റോഡ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നെ സാമ്പത്തിക ബാധ്യത കൂടി നമ്മുടെ പൊതു ഖജനാവിനുണ്ടാകും. ഇതാണ് അവസ്ഥ. നമ്മൾ എത്ര പ്രാവശ്യം പണ്ട് 1 വർഷം മുമ്പിൽ ഇതേ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുക എന്നത് ഒരു നിത്യ സംഭവമാണ്. അതിനെക്കുറിച്ച് നിരവധി വാർത്തകളാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം 3 ദിവസമായി ഇവിടുന്ന് ഇതൊക്കെ പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന കാഴ്ച എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുറേ ആൾക്കാർ നിരന്തരമായിട്ട് പച്ചവെളിച്ചത്തെ ഈ വിഷയം വിളിച്ചറിയിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, വെള്ളം നമ്മൾക്കറിയാലോ, ഇപ്പം ശുദ്ധജലത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെടുകയാണ്. പല സ്ഥലത്തും കൊടിയ ചൂടാണ്, പല സ്ഥലത്തും ശുദ്ധജലം കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ച. ഈ ശുദ്ധജലം ഇങ്ങനെ പാഴായി പോകുന്നു. ശുദ്ധജലം പാഴായി പോകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇത്തരം പൈപ്പുകൾ പൊട്ടുന്നതിന് ഫലമായിട്ട് ഈ നില തുടരുകയാണെങ്കിൽ സമ്മർദ്ദം കാരണം ഈ റോഡ് തന്നെ വെട്ടിപ്പിളരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിന്റെ അകത്തുള്ള പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്. നമുക്കറിയാലോ, പയ്യന്നൂർ സെൻട്രലില് പയ്യന്നൂർ ടൗണിലെ കോപ്പറേറ്റീവ് സ്റ്റോറിന് മുന്നിലുള്ള പൈപ്പ് പൊട്ടിയിട്ടുണ്ടായ അപകടത്തെ കുറിച്ച് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു പാവം അതിലൊക്കെ ആ ഗട്ടറിൽ വീണിട്ട് ഗുരുതരമായി പരിക്കേറ്റ വാർത്തയൊക്കെ പച്ചവെളിച്ചം നൽകിയിരുന്നു. കണ്ട്, ഈ റോഡ് എന്തായാലും പൊട്ടും. വാഹനമൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ഈ റോഡ് പൊട്ടും. ഇത് പുതിയ റോഡാണ്. ഈ വാട്ടർ അതോറിറ്റിയെ കൊണ്ടുള്ള ദുരിതത്തിന് കയ്യും കണക്കില്ല. ഇവര് നമ്മുടെ റോഡുകളുടെ അടിയിലൊക്കെ താഴ്ത്തിയിട്ടുള്ള എല്ലാ പൈപ്പുകളും ഗുണനിലവാരം കുറഞ്ഞതാണ്. അതൊക്കെ വലിയ സമ്മർദ്ദം കൊണ്ട് അതൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിഷയം വളരെ ഗൗരവത്തോട് കാണാൻ വേണ്ടിയിട്ട് വാർഡ് കൌൺസിലറും അതുപോലെ തന്നെ നഗരസഭയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും തയ്യാറാവണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ, പച്ച.